കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ എല്ലാവർക്കും എൻ്റെ സ്നേഹവന്ദനം. സെലസ്റ്റിയൽ ഹാർപ്പിൽ ഒരിക്കൽ കൂടി ദൈവത്തിൻ്റെ വചനവുമായി കടന്നു വരുന്നതിനെ സാധിച്ച ദൈവകൃപയോർത്ത് നന്ദിയും സ്തോത്രവും അർപ്പിക്കുന്നു. ഒരുമിച്ചുള്ള ചിന്തയ്ക്കായിട്ട് വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 6-ാം അധ്യായത്തിന് 30 മുതൽ 34 വരെയുള്ള വാക്യം, അതിൻ്റെ 32-ാമത്തെ വാക്യം മാത്രം കുറിവാക്യമായിട്ട് ചിന്തിക്കുവാനായിട്ട് ഈ സമയം ഞാൻ ഉപയോഗിക്കുന്നു. സ്വർഗസ്ഥനായ നിങ്ങളുടെ പിതാവ് ഇതൊക്കെയും നിങ്ങൾക്ക് ആവശ്യമെന്ന് അറിയുന്നുവല്ലോ. സ്വർഗസ്ഥനായ നിങ്ങളുടെ പിതാവ് ഇതൊക്കെയും നിങ്ങൾക്ക് ആവശ്യമെന്ന് അറിയുന്നുവല്ലോ. പ്രാർത്ഥനയ്ക്കായി നമുക്കൊരുങ്ങാം. കാരുണ്യവാനും കൃപ നിറഞ്ഞവനായ കർത്താവേ, ഈ വിശുദ്ധ ദിവസത്തിൻ്റെ പ്രഭാതത്തിനായി ഞാൻ അങ്ങയെ സ്തുതിക്കുന്നു. ഞങ്ങൾക്ക് ലഭിച്ച ആയുസ്സിനും ആരോഗ്യത്തിനു വേണ്ടി നന്ദിയും സ്തോത്രവും ഞങ്ങൾ അർപ്പിക്കുന്നു. കർത്താവേ, അല്പനേരം വചനവുമായി അങ്ങയുടെ പാദപീഠത്തിൽ ഞങ്ങളായിരിക്കുന്നു. വചനം ചിന്തിക്കുവാനും ഗ്രഹിക്കുവാനുമുള്ള ശക്തി ഒരുപോലെ ഞങ്ങൾക്ക് തരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പലവിധമായ ഭാരത്താൽ, പ്രയാസത്താൽ, ബുദ്ധിമുട്ടുകളാൽ നിന്റെ ജനങ്ങളെല്ലാം കർത്താവെ കഷ്ടതയും ഭാരവും പ്രയാസവും അനുഭവിച്ച് ഈ നാളുകളിൽ ജീവിക്കുന്നു. ലോകത്തിൽ കഷ്ടമുണ്ടെങ്കിലും ധൈര്യപ്പെടുവാനായിട്ട് പറഞ്ഞ കർത്താവിൻ്റെ കരങ്ങളിൽ ഞങ്ങളുടെ ആയുസ്സിനെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവെ, ഞങ്ങളുടെ ജീവിതത്തെ അവിടുന്ന് കർത്താവോടുന്ന് തുലനം ചെയ്യണമെന്ന് പ്രാർത്ഥിക്കുന്നു. അങ്ങയ്ക്ക് ഉപകാരപ്പെട്ടായി തീരുവാൻ ഞങ്ങളുടെ ജീവിതത്തെ അവിടുന്ന് ക്രമീകരിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കേൾക്കുന്ന വചനത്തിനു വേണ്ടി ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു. കർത്താവെ, വചനം പറയുവാനും കേൾക്കുവാനും ഒരുപോലെ ഞങ്ങളെ അവിടുന്ന് ശക്തീകരിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്നത്തെ ചിന്ത ഞങ്ങൾക്ക് അനുഗ്രഹമായി തീരുവാൻ സ്വർഗം അവിടുന്ന് കടാക്ഷിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാം യേശു തമ്പുരാന്റെ ധന്യനാമത്തിൽ അപേക്ഷിക്കുന്നു. പിതാവേ, ദയയുണ്ടായി അവിടുന്ന് കേൾക്കുമാറാകണമേ. ആമേൻ. ഇന്നത്തെ ചിന്താവിഷയം സഭയുടെ ഇങ്ങനെ കാണുവാനായിട്ട് സാധ്യമാകും: സൃഷ്ടിയുടെ സമഗ്രത ക്രിസ്തുവിലെന്നത്. സൃഷ്ടിയെക്കുറിച്ചാവുന്നു, അല്ലെങ്കിൽ പ്രപഞ്ചത്തെക്കുറിച്ചാവുന്നു ഈ ആഴ്ച സഭയായിട്ട് ചിന്തിക്കുന്നത്. 3 കാര്യം മാത്രം വളരെ വേഗം ചിന്തിക്കുവാനായിട്ട് ഞാൻ ഈ സമയം ഉപയോഗിക്കട്ടെ. ക്രിസ്തുവിൽ നിലനിൽക്കേണ്ട സൃഷ്ടി ഒന്നാമതായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കും. 2, സൃഷ്ടിക്കുന്നവനും പരിപാലകനുമായ ദൈവത്തെ കാണുവാൻ സാധ്യമാകും. 3, പരിസ്ഥിതിയും മനുഷ്യനും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ച് നമുക്കിവിടെ കാണുവാൻ സാധ്യമാകും. ഇവിടെ നമുക്ക് കുറിവാക്യത്തിൽ കാണുവാനായിട്ട് സാധ്യമായത്: സ്വർഗസ്ഥനായ നിങ്ങളുടെ പിതാവ് ഇതൊക്കെയും നിങ്ങൾക്ക് ആവശ്യമെന്നറിയുന്നുള്ളൂ. നമ്മുടെ ആവശ്യങ്ങളെ, ആഗ്രഹങ്ങളെയും ഒക്കെ അറിയുന്ന ഒരു ദൈവം തമ്പുരാൻ നമ്മളെ സമൃദ്ധമായി നടത്തുമ്പോൾ നമ്മൾ അതിന് വിപരീതമായി ജീവിക്കുന്ന ഒരു കാലഘട്ടത്തിലൂടെ ഇങ്ങനെ കടന്നു പോകുന്നതായിട്ട് കാണുവാൻ സാധിക്കും. മനുഷ്യരുടെ ആവശ്യങ്ങൾക്ക് പരിധിയുണ്ടോ എന്നൊരു ചോദ്യം ചോദിക്കുമ്പോൾ ഒരു ആവശ്യം മറ്റൊന്നിന് ജന്മം നൽകുന്നതായിട്ട് നമുക്ക് കാണുവാൻ സാധ്യമാണ്. ഇങ്ങനെ ഒരു ചൊല്ല് കാണുവാനായിട്ട് സാധ്യമാകുന്നു: ഉണ്ണുന്നവനെ ഒരു ഊണും ഉണ്ടവനെ ഒരു പായും. ഉണ്ണാത്തവനെക്കുറിച്ചും ഉണ്ടവനെക്കുറിച്ചുമുള്ള ചിന്ത നമ്മുടെ മനസ്സിലേക്ക് ഇവിടെ തരുന്നതായിട്ട് കാണുവാൻ സാധ്യമാകും. വിശക്കുന്നവൻ ആഹാരവും ഭക്ഷണം കഴിച്ചവന് വിശ്രമത്തിനൊരു സൗകര്യവും തേടുന്നൊരു കാലഘട്ടം. ഭക്ഷണം, വസ്ത്രം, പാർപ്പിടം എന്നീ അടിസ്ഥാന ആവശ്യങ്ങൾക്ക് വേണ്ടി മനുഷ്യൻ വ്യഗ്രത കൊള്ളുന്നതായിട്ട് കാണുവാൻ സാധ്യമാണ്. എന്നാൽ ഈ കാലത്ത് പൊതുവെ മനുഷ്യർക്ക് ആവശ്യങ്ങളെയും അനാവശ്യങ്ങളെയും ആർഭാടങ്ങളെയും തിരിച്ചറിയുവാൻ കഴിയാതിരിക്കുന്നതായിട്ട് ഈ കാലഘട്ടത്തിൽ കാണുവാൻ സാധ്യമാണ്. ഒന്നാമത്തെ ചിന്ത ഇങ്ങനെ കാണുവാൻ സാധ്യമാകുന്നു: സൃഷ്ടി ദൈവസ്നേഹത്തിന്റെ വെളിപ്പെടുത്തലാകുന്നു. സൃഷ്ടി എന്നത് ദൈവസ്നേഹത്തിന്റെ വെളിപ്പെടുത്തലാകുന്നു നമുക്ക് വളരെ വ്യക്തമായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധ്യമാണ്. ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായം 2-ാം അധ്യായം വായിക്കുമ്പോൾ ദൈവസ്നേഹത്തിന്റെ വിശാലത
സൃഷ്ടിയിലും യേശുക്രിസ്തുവിലും അല്ലെങ്കിൽ ദൈവത്തിലുമാവുന്നു നമുക്ക് ദർശിക്കുവാനായിട്ട് കഴിയും. സൃഷ്ടി വിവരങ്ങളിലൂടെ ദൈവത്തിൻ്റെ സ്നേഹത്തെ ഇവിടെ വെളിപ്പെടുത്തുന്നതായിട്ട് കാണുവാൻ സാധിക്കും. ഒന്ന് ഉളവാകട്ടെ എന്ന് ദൈവം തമ്പുരാൻ കൽപ്പിക്കുമ്പോൾ അത് ഉളവാകുന്നതായിട്ട് കാണുന്നു. രണ്ട്, നല്ലതെന്ന് ദൈവം തമ്പുരാൻ തന്നെ കാണുന്നതായിട്ട് കാണുന്നു. എത്രയും നല്ലതെന്ന് ദൈവം തമ്പുരാൻ കാണുന്നു. ഈ പ്രയോഗങ്ങളൊക്കെ മനോഹരമായിട്ട് ദൈവസ്നേഹത്തെ നമ്മുടെ മുൻപിലേക്കൊരു ദൃശ്യമായി വെളിപ്പെടുത്തുന്നതായിട്ട് കാണുവാൻ സാധിക്കും. പക്ഷേ നമ്മളിതിനെ ഒന്നും ചിന്തിച്ചിട്ടില്ല. നമ്മൾ ആരെങ്കിലും ആഗ്രഹിച്ച ഫലങ്ങളാണോ നാം ഇപ്പോൾ കഴിക്കുന്നത്? ആഗ്രഹിക്കാത്ത, കാണാത്ത ഫലങ്ങളെ നമുക്ക് കഴിക്കുവാനായിട്ട് ദൈവം തമ്പുരാൻ ഈ പ്രകൃതിയെ ഒരുക്കി തന്നതായിട്ട് കാണുവാൻ സാധ്യമാകും. പ്രിയമുള്ളവരെ, അതിനെ എത്രമാത്രം നാം പരിപാലിക്കുന്നുണ്ടെന്ന് ചിന്തിക്കേണ്ടതായിട്ടുണ്ട്. ദൈവം നല്ലതെന്ന് കണ്ടതാകുന്നു. അതിനെ നാം എത്രമാത്രം വികലമാക്കിയെന്ന് നാം ചിന്തിക്കേണ്ടതായിട്ടുണ്ട്. നിലത്തെ പൊടി കൊണ്ട് മനുഷ്യനെ സൃഷ്ടിച്ച ദൈവം തമ്പുരാൻ. ഉൽപ്പത്തി പുസ്തകം 1:27 പറയുന്നു. കേവലം പൊടി കൊണ്ട്, ഒന്നുമല്ലാത്തത് കൊണ്ട് നമ്മളെ സൃഷ്ടിച്ച ദൈവം തമ്പുരാൻ മനുഷ്യനുള്ള ദൈവിക താല്പര്യത്തെ അവിടെ പ്രകടമാക്കുന്നതായിട്ട് കാണുന്നു. ദൈവത്തോടുള്ള കൂട്ടായ്മയിലും അനുസരണയിലും നിലനിൽക്കുവാൻ മനുഷ്യനെ ദൈവം സൃഷ്ടിച്ചെന്ന് നമുക്ക് കാണാൻ സാധിക്കും. ഇതിനെക്കുറിച്ച് യാതൊരു ചിന്തയില്ലാതെ ഇപ്പം മനുഷ്യൻ പരസ്പരം കൊല്ലുകയും പരസ്പരം നശിപ്പിക്കുകയും പരസ്പരം വിദ്വേഷം കൊള്ളുന്നവരുമായി തീരുന്നതായിട്ട് ഈ ലോകത്തിൽ നമുക്ക് കാണുവാൻ സാധിക്കും. പ്രപഞ്ചത്തിലാകുവാനും യേശുക്രിസ്തുവിൽ പ്രത്യേകമായും ദൈവത്തിൻ്റെ സ്നേഹം വെളിപ്പെടുത്തുവാനും നമ്മളെ നിയോഗിച്ചു എന്ന് കാണുവാൻ സാധിക്കും. കൃപയും സത്യവും നിറഞ്ഞവനായ നമ്മുടെ ഇടയിൽ പാർത്ത ക്രിസ്തുവിനെ യോഹന്നാൻ 1:14 യോഹന്നാൻ വെളിപ്പെടുത്തുന്നതായിട്ട് കാണുവാൻ സാധ്യമാണ്. പ്രിയ മനുഷ്യരോടുകൂടെ ദൈവത്തിൻ്റെ കൂടാരം അവൻ അവരോടുകൂടി വസിക്കുകയും ചെയ്യുമെന്ന് വെളിപാട് പുസ്തകം വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. സൃഷ്ടാവായ ദൈവം മനുഷ്യരോടൊപ്പം വസിക്കുവാനായിട്ട് ആഗ്രഹിച്ചു. മനുഷ്യരോ അവനെ നശിപ്പിക്കുവാനായിട്ട് ആഗ്രഹിച്ചു. ദൈവം എല്ലാവരെയും കരുതുന്നവനാണ്. ദൈവം എല്ലാവരെയും സ്നേഹിക്കുന്നവനാണ്. ദൈവം എല്ലാവരെയും പരിപാലിക്കുന്നവനാണ്. നമ്മുടെ ആവശ്യങ്ങൾ അറിയുന്ന ഒരു ദൈവമാവുന്നു നമുക്ക് മധ്യേ ഉള്ളത്. ആ ദൈവതമ്പുരാന്റെ അദൃശ്യമായ കരങ്ങൾ പുത്രനിലൂടെ ഈ ലോകത്തിലേക്ക് നൽകപ്പെട്ടതായിട്ട് കാണുവാൻ സാധിക്കും. അത് പരിശുദ്ധാത്മാവിലൂടെ നിന്ന് പ്രവർത്തിച്ചുകൊണ്ട് നിൽക്കുന്നതായിട്ട് കാണുവാൻ സാധ്യമാകും. പ്രിയമുള്ളവരെ, നാം ഇന്ന് ലോകത്തെ അല്ലെങ്കിൽ പ്രകൃതിയെ ചൂഷണം ചെയ്യുന്നതിന് അനന്തരഫലമായിട്ട് നാശങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നതായിട്ട് കാണുവാൻ സാധ്യമാണ്. രണ്ടാമത്തെ ചിന്തയിലേക്ക് വളരെ വേഗം ഞാൻ വരട്ടെ. അവിടെ കരുതലിനെ കുറിച്ച് കാണുവാൻ സാധ്യമാവും. ദൈവം നൽകുന്ന ഉത്തരവാദിത്വമാവുന്നു അപരനെ സ്നേഹിക്കുക, കരുതുക എന്നത്. യഹോവയായ ദൈവം മനുഷ്യനെ കൂട്ടിക്കൊണ്ടുപോയി ഏദൻ തോട്ടത്തിൽ വേല ചെയ്യുവാനും അതിനെ കാപ്പാനും അവിടെ ആക്കിയെന്ന് ഉൽപ്പത്തി പുസ്തകം 2-ാം അധ്യായത്തിന്റെ 15-ാം വാക്യം നമ്മളെ ഓർപ്പിക്കുന്നു. പ്രിയമുള്ളവരെ, നമ്മളെ ഒരു തോട്ടത്തിലേക്ക് കൂട്ടിക്കൊണ്ടു പോവുകയാവുന്നു. ഈ ലോകത്തിന്റെ അധിപതിയായി, അല്ലെങ്കിൽ ലോകത്തെ സ്നേഹിക്കുവാനായിട്ട്, ലോകത്തെ കാക്കുവാനായിട്ട്. പക്ഷെ നാം എന്താവുന്നു ചെയ്യുന്നതെന്ന് നാം ചിന്തിക്കേണ്ടതായിട്ടുണ്ട്. വേല ചെയ്യുക, കാക്കുക എന്നീ പദങ്ങൾ ഇവിടെ വളരെ ശ്രദ്ധേയമായിട്ട് അധ്വാനം ദൈവം നൽകുന്ന ഒരു ഉത്തരവാദിത്വമാവുന്നു. ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായത്തിന്റെ 27 വായിക്കുമ്പോൾ നമുക്ക് കാണുവാൻ സാധ്യമാകും. ചൂഷണത്തിനും ആധിപത്യത്തിനും അധിനിവേശത്തിനും സഹായകരമായി ഉപയോഗിക്കുന്നത് ശരിയല്ല. പ്രകൃതി അങ്ങനെ ഉപയോഗിക്കുന്നത് ശരിയല്ല എന്ന് വളരെ വ്യക്തമായിട്ട് കർത്താവ് നമ്മളോട് പറയുക. പരിപാലന ഉത്തരവാദിത്വമാണ് ഇതിലൂടെ ഉൾക്കൊള്ളേണ്ടത്. കാക്കുക എന്ന പദത്തിന് പരിപാലിക്കുക, പരിപോഷിപ്പിക്കുക, മനോഹരമാക്കുക എന്നീ പല അർത്ഥങ്ങൾ നമുക്ക് കാണുവാൻ സാധ്യമാണ്. പരിപാലിക്കുന്നവരായിത്തീരണം. പ്രകൃതിയെ പരിപാലിക്കുവാനായിട്ട് നമുക്ക് സാധ്യമായിരുന്നു. പ്രകൃതിയെ സ്നേഹിക്കുവാനായിട്ട് നമുക്ക് സാധ്യമാകണം. പ്രകൃതിയെ സൂക്ഷിക്കുവാനായിട്ട് നമുക്ക് സാധ്യമായി തീരണം. ദൈവം ഏൽപ്പിച്ച തോട്ടത്തെ കരുതലോടെ കാക്കുവാനായിട്ട്, മനോഹരമാക്കുവാനായിട്ട് മനുഷ്യൻ അധ്വാനിക്കണമെന്ന് ദൈവം താല്പര്യപ്പെടുന്നു. എൻ്റെ ആവശ്യങ്ങൾക്കായി തോട്ടത്തെ എങ്ങനെ ഉപയോഗിക്കാം എന്നല്ല, അവരനു വേണ്ടി എങ്ങനെ ഇതിനെ ഉപയോഗിക്കാൻ കഴിയുമെന്ന് നാം ചിന്തിക്കണം. തോട്ടത്തിൻ്റെ അർത്ഥപൂർണമായ മനോഹാരിതയിലേക്ക്
നമുക്ക് കടക്കുവാനായിട്ട് സാധ്യമാണ്. സൃഷ്ടിയുടെ സമഗ്രതയും പാരസ്പര്യവും നിലനിൽക്കുവാൻ അല്ലെങ്കിൽ കരുതൽ മനോഭാവമുള്ളവരായി തീരുവാൻ നമുക്ക് കഴിയണം. പ്രിയമുള്ളവരെ, വളരെ വേഗം മൂന്നാമത്തെ ചിന്തയോട് ചിന്തിച്ച് നിർത്തട്ടെ. ദൈവിക കരുതൽ ബോധ്യം ആകുല ചിന്ത അകറ്റുന്നതാണ്. ദൈവത്തിൻ്റെ കരുതൽ എന്നൊരു ചിന്തയുണ്ടെങ്കിൽ നമ്മുടെ ആകുലത അകറ്റുവാനായിട്ട് നമുക്ക് സാധ്യമാകും. സൃഷ്ടിയുടെ നിലനിൽപ്പിൻ്റെ രഹസ്യം സൃഷ്ടാവിൻ്റെ കരുതലാകുന്നു. സൃഷ്ടാവിൻ്റെ കരുതൽ മനോഭാവത്തെ ഉൾക്കൊള്ളുന്ന വ്യക്തിക്ക് പരസ്പരം സ്നേഹിക്കുവാനും പ്രകൃതിയെ ശുശ്രൂഷിക്കുവാനും കരുതുവാനും സാധ്യമാണ്. അവരെന്നെ ശുശ്രൂഷിക്കുവാനും അവരുടെ ആവശ്യങ്ങൾ നിറവേറ്റുവാനും സാധ്യമാണ്. ഇന്നെല്ലാം വെട്ടിപ്പിടിക്കുവാനായിട്ട് വ്യഗ്രത കൊള്ളുന്നവയായിരുന്നു. അവരോട് എന്തെങ്കിലും നൽകുവാനായിട്ട് സാധ്യത നമ്മുടെ മുൻപിലേക്ക് കൊണ്ടുവരുവാനായിട്ട് സാധ്യമാണ്. എന്ത് തിന്നും, എന്ത് കുടിക്കും, എന്ത് ധരിക്കും എന്നീ ചോദ്യങ്ങൾ വേദപുസ്തകം വളരെ വ്യക്തമായിട്ട് നമ്മളോട് പറയുമ്പോൾ നിങ്ങളൊന്നിനെക്കുറിച്ചും വിചാരപ്പെടേണ്ട. 34 വാക്യം മത്തായിയുടെ സുവിശേഷം 6-ാം അധ്യായത്തിന് 34-ാം വാക്യത്തിൽ പറയുകയാണ്, അതുകൊണ്ട് നാളെക്കുറിച്ച് വിചാരപ്പെടരുത്. നാളത്തെ ദിവസം അതിനായി വിചാരപ്പെട്ടുകൊള്ളുന്നു. അതത് ദിവസത്തിന് അന്നന്നത്തെ ദോഷം മതി. ഇവിടെ വളരെ വ്യക്തമായിട്ട് പറയാം, ദൈവം തൻ്റെ സൃഷ്ടിയെക്കുറിച്ച് കരുതലുള്ളവനും കരുതൽ വെളിപ്പെടുത്തുന്നവനുമാവുന്നു. ദൈവിക കരുതലിനെ കുറിച്ചുള്ള ബോധ്യം ദൈവത്തോട് വിശ്വസ്തരാകുവാനും അതിലൂടെ മറ്റുള്ളവരെ കരുതുവാനും ശുശ്രൂഷിക്കുവാനും സഹായകരമായി തീരണമെന്നാവുന്നു സഭയിൽ നിന്ന് നമ്മളെ ഓർപ്പിക്കുന്നത്. പ്രിയമുള്ളവരെ, ഒരു കഥ വായിച്ചപ്പോൾ അവിടെ ഇങ്ങനെ കാണുവാനായിട്ട് സാധ്യമായി. ആഴമുള്ള അനുഭവങ്ങളുടെ ഉടമകൾ എന്നാവുന്നു അതിൻ്റെ ഹെഡിങ് കാണുവാനായിട്ട് സാധ്യമായി. ഒരിക്കൽ രാജാവും സേവകന്മാരും കൂടി കപ്പൽ യാത്ര നടത്തുവാനായിട്ട് ഇറങ്ങിത്തിരിച്ചു. അവരുടെ ഉല്ലാസയാത്രയിൽ ആദ്യമായി കപ്പൽ യാത്ര നടത്തുന്ന ഒരു വ്യക്തി ഉണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ വാസം മലമുകളിലായിരുന്നു. യാത്ര തുടങ്ങിയപ്പോൾ അദ്ദേഹത്തിന് വളരെ ഭയമായി. പേടിച്ച് വിറച്ച് അദ്ദേഹം കരയുവാനായിട്ടും ബഹളം വയ്ക്കുവാനായിട്ടും അലമുറയിടുവാനായിട്ടും തുടങ്ങി. ഒരു ദിവസം കഴിഞ്ഞപ്പോൾ അദ്ദേഹം ഭക്ഷണം കഴിക്കുന്നില്ല. പിന്നീട് ദിവസങ്ങൾ അങ്ങോട്ട് പോയി കഴിഞ്ഞിരിക്കുമ്പോഴും ഉറക്കം നഷ്ടപ്പെട്ടതായിട്ട് കാണുവാൻ സാധ്യമാണ്. ദിവസങ്ങൾ കഴിഞ്ഞ് മറ്റുള്ളവരെ ക്ഷമയൊക്കെ നശിക്കുവാനായിട്ട് ഈ മനുഷ്യൻ്റെ വികലമായ ചേഷ്ടകളൊക്കെ കാരണം, അല്ലെങ്കിൽ അലമുറകളൊക്കെ കാരണം, അല്ലെങ്കിൽ ഈ പരിഭ്രമം കാരണം മറ്റുള്ളവരുടെ ക്ഷമയൊക്കെ നശിക്കുവാനായിട്ട് തുടങ്ങി. അവർ രാജാവിനോട് കാര്യങ്ങൾ ബോധിപ്പിച്ചു. രാജാവ് പറഞ്ഞു അദ്ദേഹത്തെ എടുത്ത് കപ്പലിൽ നിന്ന് വെള്ളത്തിലേക്ക് കളയുവാനായിട്ട്. അവരൊക്കെ ഇതേ മനുഷ്യനെ കപ്പലിൽ നിന്നെടുത്ത് വെള്ളത്തിലേക്ക് കളഞ്ഞു. അദ്ദേഹം വെള്ളം കുടിച്ച് മുങ്ങിച്ചാകുവാനായിട്ട് തുടങ്ങിയപ്പോൾ അവർ വലിച്ചു വീണ്ടും ഈ കപ്പലിലേക്ക് കയറ്റി. അവരുടെ യാത്ര തുടർന്നു. ആ തുടർ യാത്രയിൽ ഇങ്ങനെയാണെന്ന് പറയുന്നത്, എൻ്റെ അവസാനത്ത് ഇങ്ങനെ പറയുന്നു, കപ്പൽ യാത്ര അദ്ദേഹം ഇതിനുശേഷം ആസ്വദിക്കുവാനായിട്ട് തുടങ്ങി. ഇതെങ്ങനെ സാധ്യമായെന്ന് മറ്റുള്ളവർ രാജാവിനോട് ചോദിച്ചപ്പോൾ രാജാവ് ഇങ്ങനെ പറയുകയാവും, മുങ്ങിത്താഴാൻ തുടങ്ങിയവൻ മുട്ടോളം വെള്ളം കണ്ടാലും പേടിക്കുകയില്ല. അനുഭവങ്ങളുടെ ആഴമാണ് മനുഷ്യനെ അതിജീവനത്തിലേക്ക് നയിക്കുന്നതെന്ന് കാണുവാൻ സാധിക്കും. അനുഭവങ്ങളാവുന്നു മനുഷ്യനെ അതിജീവനത്തിലേക്ക് നയിക്കുവാനായിട്ട് സാധ്യമാണ്. കയത്തു നിന്ന് കയറിയവൻ്റെ ആത്മവിശ്വാസം കരയിലിരിക്കുന്നവർക്ക് മനസ്സിലാകുകയില്ല. ഇതാണ് ആഴങ്ങളുടെ അനുഭവങ്ങൾ നമുക്ക് കാണുവാൻ സാധ്യമാണ്. പ്രിയമുള്ളവരെ, വളരെ വ്യക്തമായിട്ട് ഇവിടെ നമ്മളോട് പറയുകയാണ്, പരിസ്ഥിതിയെ അല്ലെങ്കിൽ ദൈവത്തെ സ്നേഹിക്കുന്നവരായി നാം തീരണം. ഈ ദൈവിക കരുതലിന് അടിസ്ഥാനപ്പെട്ട് ജീവിക്കുവാനായിട്ട് ദൈവം തമ്പുരാൻ നമ്മളെ എല്ലാവരെയും സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. ഈ കേട്ട വചനങ്ങളാൽ ദൈവം തമ്പുരാൻ നമ്മളെ സമൃദ്ധിയായി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.